ഇതിൽ വേറൊരു കോമഡി കൂടി നമുക്ക് കേൾക്കാം. അതും കൂടി കേട്ടിട്ട് നമുക്ക് ഒരു അഭിപ്രായം പറയാം. മുഹമ്മദിന്റെ ആരാധനാ സ്വാതന്ത്ര്യം പൂർണ്ണമായി വകവെച്ചു കൊടുത്ത ഒരു സമൂഹമാണ് മക്ക ഖുറൈശികൾ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മക്ക ഖുറൈശികൾ മുഹമ്മദിനോട് സഹിഷ്ണുത കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞത് വലിയ നുണയാണല്ലോ. ഒരു അല്പബുദ്ധിക്ക് ആലോചിച്ചാൽ പോലും കിട്ടൂലേ? ഇന്നത്തെ കാലത്തെ മാനുഷികമായ സങ്കല്പങ്ങളോ ജനാധിപത്യ ബോധമോ അല്ലെങ്കിൽ ഈ മാനവിക ചിന്തയോ അല്ലെങ്കിൽ ഈ അവകാശങ്ങളെ കുറിച്ചുള്ള കാര്യം ഒന്നും ഇല്ലാത്ത ഒരു ഗോത്ര സമൂഹത്തിനകത്ത് 13 വർഷം ഒരു മനുഷ്യന് അത്തരം ഒരു സമൂഹത്തിനകത്ത് സർവൈവ് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ബാക്കിയൊക്കെ പോട്ടെ. അപ്പൊ സംഭവം ആ അല്പബുദ്ധിയിൽ ചിന്തിച്ചതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഈ അല്പബുദ്ധിയിൽ ആലോചിച്ചിട്ട് മൂപ്പർക്ക് തോന്നിയ വലിയ കാര്യമാണ്, വലിയ യുക്തിയാണ്. ഇത് പറഞ്ഞൊരു കോമഡി ഉണ്ടല്ലോ, അതായത് 13 കൊല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എങ്ങനെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഇവർ പറഞ്ഞു കൊണ്ടുവരാൻ ശ്രമിക്കണം എന്താന്ന് വെച്ചാൽ ഇവര് സഹിഷ്ണുത ഉള്ളതുകൊണ്ടാണല്ലോ. 13 കൊല്ലം ഒരു പ്രശ്നം ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതെ നിന്നല്ലോ. അപ്പോഴാണ് നമ്മൾ കുറെ തെളിവുകൾ കാണിച്ചു കൊടുത്തത്. ഇങ്ങനല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലരും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, സ്വഹാബികൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, മരണത്തിന്റെ വക്കീലായിട്ടുണ്ട്. ഇങ്ങനെ കുറെ തെളിവുകൾ നമ്മൾ കൊടുത്തു. അപ്പോഴാണ് മൂപ്പർ പിന്നെ വേറെ കുറെ ന്യായങ്ങൾ, അത് നമ്മൾ വേഗത പറയും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇവിടെ മൂപ്പർ പറഞ്ഞൊരു സംഗതി, അങ്ങനെ സർവൈവ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. അപ്പൊ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ ഏകദേശം 12 കൊല്ലം ഈ ഹോളോകാസ്റ്റിലൊക്കെ നടത്തിയതാണ്, കൂട്ടക്കൊലകൾ നടത്തിയതാണ്. അത്രയും കാലം ഈ ജൂതന്മാർ എങ്ങനെയാണ് ഹോളോകോസ്റ്റ് സർവൈവേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ. അതായത് ഹിറ്റ്ലറിന് ശേഷം അവിടെ ജീവിച്ച ജൂതന്മാരുണ്ട്, ആളുകൾ വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ജൂതനെ വെച്ചുകൊണ്ട് പറയാണ്, ഈ ജൂതനെ കണ്ടോ, ഈ ജൂതൻ ഹിറ്റ്ലറിന്റെ കാലത്ത് 12 കൊല്ലം ജർമ്മനിയിൽ ജീവിച്ചു. എന്നിട്ട് ഹിറ്റ്ലർ എന്ത് ചെയ്തോ, എത്ര സഹിഷ്ണുതയുള്ള ഹിറ്റ്ലർ, എത്ര നല്ല മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യനായ ഹിറ്റ്ലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഈ അല്പബുദ്ധി വെച്ചിട്ട് അങ്ങനെ പറയട്ടോ, അല്പബുദ്ധി വെച്ചിട്ട് ആലോചിച്ചാൽ എന്ത് പറയാൻ പറ്റും, ഹിറ്റ്ലർ എന്ന് പറയും തങ്കക്കട്ടി, അതിനപ്പുറത്തൊന്നും പറയാനില്ല. അതേപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കാം, ഈ ഹിറ്റ്ലർ 12 അതിനും അപ്പുറത്തേക്ക് പതിറ്റാണ്ടുകളോളം ഭരിച്ച ക്രൂരന്മാരായ ഭരണാധികാരികളുണ്ട്, അവരുടെയൊക്കെ കീഴിൽ സർവൈവ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതേ സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കൊള്ളയും കൊലയും പീഡനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിട്ടുണ്ട്, അങ്ങേയറ്റം ദ്രോഹിച്ചിട്ടുണ്ട്, മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, അവരെ പട്ടിണിക്കിട്ടിട്ടുണ്ട്. റസൂലിനെ മാത്രമല്ല, റസൂലിന്റെ കുടുംബത്തെ മുഴുവൻ പട്ടിണിക്കിട്ടിട്ടുണ്ട്, അവർക്ക് അവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഏതുവരെ ചോദിച്ചാൽ അത്രയും പ്രയാസപ്പെട്ട് എന്ത് കിട്ടിയാലും ഭക്ഷണം കഴിക്കുമെന്ന അവസ്ഥയിലേക്ക് പട്ടിണി കൊണ്ട് വലഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇലകൾ വരെ ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക്, എന്ത് ചവച്ചിറക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പട്ടിണിക്കിട്ട് അവരെ, അതെന്ന് വെച്ചാൽ ഒരു കുടുംബത്തെ മുഴുവൻ അങ്ങനെ ചെയ്യാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ ആളുകളെ അങ്ങേയറ്റം പീഡിപ്പിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹുവിന്റെ കഥ നമുക്കറിയാം. അതുപോലെ തന്നെ അമ്മാർ, യാസിർ പിന്നെ ദമ്പതികൾ, അങ്ങനെയുള്ള ഒരുപാട് സ്വഹാബിമാരുടെ കാര്യം, അവരെ കൊലപ്പെടുത്തിയ ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പിന്നെ പീഡനം നടന്നിട്ടുണ്ട്, പട്ടിണിക്കിടൽ നടന്നിട്ടുണ്ട്, കൊലപാതക ശ്രമം നടന്നിട്ടുണ്ട്, കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പിന്നെ പീഡനങ്ങളും കാരണം പലായനം വരെ നടന്നിട്ടുണ്ട്. മദീനയിലേക്ക് പലായനത്തിന് മുമ്പ് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ അസഹിഷ്ണുതല്ലേ, അസഹിഷ്ണുത ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ ഇത് ഈ 12 കൊല്ലത്തിനിടയിൽ ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാൻ എന്തൊരു നല്ല സഹിഷ്ണുതയുള്ള മനുഷ്യന്മാർ. ഇത് മാത്രമല്ല, 13 കൊല്ലം ജീവിച്ചല്ലോ, കൊന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ 13 കൊല്ലം എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ആ 13 കൊല്ലത്തിൽ ആദ്യത്തെ 4 വർഷം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നില്ല, പരസ്യ പ്രബോധനം ചെയ്യുന്നില്ല, പുറത്തേക്ക് പറയാതെ. എന്തുകൊണ്ടാ? നല്ല സഹിഷ്ണുതയുള്ള മനുഷ്യന്മാരാണെങ്കിൽ പോയിട്ട് പറഞ്ഞാൽ പോരെ.